ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ യാത്രാ സ്നേഹി. നമ്മളിപ്പം വാഗമണിലാണുള്ളത്. വാഗമണിലെ ഹോളിഡേ വാഗമൺ എന്നറിയപ്പെടുന്ന ഒരു റിസോർട്ടിലാണ് നമ്മളുള്ളത്. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. വാഗമൺ ടൗണിൽ നിന്നും പുളിക്കാനം റൂട്ടിൽ 3.5 കിലോമീറ്റർ പോയാൽ ഹോളിഡേ വാഗമൺ എന്ന റിസോർട്ടിലേക്ക് എത്താം. ഇടതുഭാഗത്തായിട്ട് ഹോളിഡേ വാഗമൺ എന്നറിയപ്പെടുന്ന ബോർഡ് കാണാം. ആ ബോർഡ് കാണുന്ന വഴിയിലൂടെ 300 മീറ്റർ അകത്തേക്ക് ചെന്നാൽ ഹോളിഡേ വാഗമൺ എന്ന റിസോർട്ടിന്റെ ഏരിയയിലേക്ക് എത്താം. നേരെ കയറി ചെല്ലുന്നത് പാർക്കിംഗ് ഏരിയയിലേക്കാണ്. എത്ര കോട്ടേജുകൾ ഇവിടെ ഉണ്ടോ അത്രയും തന്നെ പാർക്കിംഗ് ഏരിയയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിപ്പം വാഗമണിലാണുള്ളത്. വാഗമണിലെ ഹോളിഡേ വാഗമൺ എന്ന റിസോർട്ട് ഏരിയ, കോട്ടേജ് ഏരിയയിലാണ് ഇപ്പം നമ്മൾ താമസിക്കാനായി വന്നിരിക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു 5 മണിയോടടുത്ത് സമയമായി കഴിഞ്ഞു. അപ്പം ഇതാണ് പാർക്കിംഗ് ഏരിയ, വാഗമൺ കോട്ടേജിൻ്റെ, ഹോളിഡേ വാഗമൺ കോട്ടേജിൻ്റെ പാർക്കിംഗ് ഏരിയ. ഇതാണ് ഹോളിഡേ വാഗമൺ റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയ. ചെക്ക് ഇൻ ചെക്ക് ഔട്ട് നടപടിക്രമങ്ങളെല്ലാം ഇവിടെയാണ് നടത്തുന്നത്. വളരെ അതിമനോഹരമായിട്ടുള്ള ഒരു റിസപ്ഷൻ ഏരിയ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാഴ്ചയ്ക്ക് അതിമനോഹരമായിരുന്നു. ചെക്കിംഗ് നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്. റൂം ബോയ് ഞങ്ങളുടെ ലഗേജസ് എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. ആ കൽപ്പടവുകൾ കയറിപ്പോകുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്കാണ്. ആ റെസ്റ്റോറൻറ്റിൻ്റെ പുറകു ഭാഗത്തായിട്ടാണ് ഞങ്ങൾക്കുള്ള റൂമുകൾ ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഏരിയ. S2 S3 ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, 2 റൂം. നമുക്ക് റൂമിൻ്റെ അകത്ത് കണ്ടു നോക്കാം. വലിയൊരു ബെഡുണ്ട്, നല്ല പിക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മാസ്റ്റർ ബെഡ്റൂമാണ്. ടിവിയും ഒരു ഷെൽഫും പിന്നെ ബാത്റൂമിലേക്ക് ആവശ്യമായ ടവലുകളും മറ്റുമൊക്കെ ഉണ്ട്. 2 ഫാനുണ്ട് ഇവിടെ. ഇത് നോൺ AC റൂമാണ്. ഇവിടെ പിന്നെ പൊതുവേ AC ആവശ്യമില്ല പൊതുവെ. പിന്നെ വെള്ളം, കോഫി ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ, കെറ്റില് പോലുള്ളതെല്ലാം ഉണ്ട്. ഇവിടെ നല്ലൊരു വിൻഡോ ഉണ്ട്. നമുക്ക് വിൻഡോ ഒന്ന് തുറന്ന് നോക്കാം. ജനാല തുറന്നാലുള്ള കാഴ്ചകൾ ഇതാണ്. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലാണ് ഈ കോട്ടേജസ് എല്ലാം നിൽക്കുന്നത്. ധാരാളം വൃക്ഷനിബിഡമായ ഒരു സ്ഥലമാണിത്. വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ്റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അറ്റാച്ച്ഡ് വാഷ്റൂം. നല്ല വൃത്തിയുള്ള വാഷ്റൂമാണ്. ഞങ്ങളൊന്ന് ഫ്രഷ് ആയ ശേഷം പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി പുറത്തോട്ട് ഇറങ്ങിയിരിക്കുവാണ്. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ അതിമനോഹരമായ കോട്ടേജുകൾ. അതാണ് ഹോളിഡേ വാഗമൺ. ഇവിടെ നിരവധി കോട്ടേജസും റൂംസും എല്ലാം അവൈലബിൾ ആണ്. ഓരോരുത്തരുടെയും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് റൂംസും കോട്ടേജസൊക്കെ അവൈലബിൾ ആക്കുന്നത്. ഈ കാണുന്നത് ഒരു ട്രീ ഹൗസ് ആണ്. അപ്പം എങ്ങനെ നമ്മൾ ഡിമാൻഡ് ചെയ്യണോ അതിനനുസരിച്ച് നമുക്ക് കോട്ടേജസ് അറേഞ്ച് ചെയ്ത് തരും. അപ്പം ഈ കാണുന്നതും ഒരു കോട്ടേജസിൻ്റെ പിൻഭാഗമാണ്. സുപ്രീം ഡീലക്സ്, പ്രീമിയം ഡീലക്സ്, അങ്ങനെ പല കാറ്റഗറിയിലായിട്ട് ഇവിടെ റൂമുകളും കോട്ടേജസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഏത് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്ന. അതുകൂടാതെ കപ്പിൾസിനും മറ്റുമായിട്ട് ട്രീ ഹൗസുകൾ, ബബിൾ ഹൗസുകൾ, അങ്ങനെ പലതും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ പാഷൻ ഫ്രൂട്ട് വിളഞ്ഞു നിൽപ്പുണ്ട്. അങ്ങനെ എല്ലാത്തരം ഫലവൃക്ഷങ്ങളും ഇവിടെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ഈ റിസോർട്ടിൽ താമസിക്കാൻ വരുന്നവർക്കായി നല്ലൊരു ഹട്ട് കൂടി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ടീ എസ്റ്റേറ്റിനകത്ത് മേളിലായിട്ടൊരു ഹട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴത്തെ കാഴ്ചകളും മേളിലെ കാഴ്ചകളൊക്കെ നന്നായി കാണാൻ സാധിക്കും. യൂറോപ്യനായിട്ട് ഇരിക്കുകയാണ്. ഇത് ലൈറ്റ് ഉണ്ടോ? ഈ മേളിൽ കാണുന്നത് ബബിൾ ഹൗസ് ആണ്. ട്രീ ഹൗസ്, ബബിൾ ഹൗസ്, കോട്ടേജുകൾ, പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് വരുന്നവർക്കുള്ള രീതിയിലുള്ളത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം. ചുറ്റും ലൈറ്റപ്പ് ചെയ്ത് മനോഹരമായിട്ടുള്ള ഒരു ബബിൾ ഹൗസാണിത്. മറ്റു കോട്ടേജസിൽ നിന്നെല്ലാം മാറി സിംഗിൾ ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇവിടെ സോളാർ ലൈറ്റുകളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓരോ ഭാഗവും ചുറ്റി നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കോട്ടേജ് ഏരിയയിലേക്കാണ് നമ്മളിപ്പം എത്തിയിരിക്കുന്നത്. ഇവിടെയും നല്ല അതിമനോഹരമായ കോട്ടേജുകളാണ്. എല്ലായിടത്തും ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. സോളാർ ലൈറ്റുകളാണ് ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത്. ആ ട്രീ പ്ലാന്റേഷൻസിൻ്റെ ഇടയിലെല്ലാം സോളാർ പാനലുകൾ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇതെല്ലാം ഓരോരുത്തർക്കും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കോട്ടേജുകളാണ്. നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയുണ്ട് അതിനനുസരിച്ചിട്ട് ഇവിടെ കോട്ടേജസുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല സിറ്റിംഗ് ഏരിയകളുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയാസ് ഉണ്ട്. അപ്പം ഇവിടെയാണ് പൂളുള്ളത്. നമുക്ക് ആ പൂളിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. റിസോർട്ടിലെ താമസക്കാർക്കായി ഒരു പബ്ലിക് പൂളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായി സെപ്പറേറ്റ് പോർഷൻ തന്നെ ഉണ്ട്. ആഴം കുറഞ്ഞ രീതിയിലാണ് അത് ഒരുക്കിയിരിക്കുന്നത്. മലനിരകളെ കണ്ടുകൊണ്ട് സ്വിമ്മിംഗ് പൂളിലൊരു കുളി, അത് അതിമനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ്. ഈ റിസോർട്ടിന്റെ പകൽ വെളിച്ചത്തിൽ അവിടുത്തെ കാഴ്ചകൾ ഒന്നുകൂടി കാണാനായി ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുവാണ്. ഇവിടെ അടുത്ത് തന്നെ കുട്ടികൾക്കായിട്ടുള്ള ഒരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാർക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴികളെല്ലാം നല്ല കല്ല് വിരിച്ച് മനോഹരമായി ഒരുക്കിയിട്ടുണ്ട്.
ഞങ്ങൾ ഇവിടെ എല്ലാം ഒന്നുകൂടി ഒന്ന് കറങ്ങി നടക്കാമെന്ന് കരുതി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്നും പോവുകയാണ്. ഒരു ദിവസത്തേക്കാണ് നമ്മളിവിടെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ ഒന്നുകൂടെ പകൽ വെളിച്ചത്തിൽ കണ്ടു നോക്കാമെന്ന് കരുതി പുറത്തിറങ്ങി നടക്കുവാണ്. ശരിക്കും ഒരു സ്ലോപ്പ് ഏരിയയിലാണ് ഇത് പണിത് വെച്ചിരിക്കുന്നത്. കരിങ്കൽ കെട്ടുകൾ കൊണ്ടുള്ള മതിലുകളും മറ്റും നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് പ്രകൃതിയുമായി വളരെ ഇണങ്ങിച്ചേരുന്ന രീതിയിലാണ് ഇതെല്ലാം കാണപ്പെടുന്നത്. ഇൻഡോർ ഗെയിംസ് നടത്തുന്നതിനുള്ള ഒരു കോർണറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ദൂരെ കാണുന്ന കെട്ടിടത്തിലാണ് ഇൻഡോർ ഗെയിംസ് ആക്ടിവിറ്റീസിനെല്ലാമുള്ള സൗകര്യമുള്ളത്. ഞങ്ങൾ ഏപ്രിൽ മാസം അവസാനം പോയതുകൊണ്ട് കോടയും മഞ്ഞും തണുപ്പൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും നമ്മുടെ നാട്ടിനേക്കാൾ ചൂട് അല്പം കുറവാണ് ഇവിടെ. എല്ലാ തിരക്കുകളിൽ നിന്നും മാറി ഇവിടെ സ്വസ്ഥമായി കുറച്ച് സമയം ഇരുന്നാൽ വളരെ മനസ്സിന് ആശ്വാസവും സന്തോഷവും തോന്നും. ഞങ്ങൾ വീണ്ടും പൂൾ ഏരിയയിലേക്ക് തന്നെ വന്നു. അവിടുത്തെ കാഴ്ചകൾ ഒന്നുകൂടി കണ്ടു നോക്കിയിട്ട് നമ്മൾ തിരികെ പോവാമെന്ന് കരുതി. പൂൾ ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള കുറച്ച് റൂൾസും മറ്റും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഹോളിഡേ വാഗമൺ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റ് ഏരിയ. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എല്ലാം ഇവിടെ തന്നെയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. നല്ല ഫുഡായിരുന്നു ഇവിടെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലഗേജസ് എല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളിനി ഞങ്ങളുടെ ബാഗുകളെല്ലാം കാറിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളിവിടെ നിന്ന് യാത്രയാവുകയാണ്. വളരെ മനോഹരമായ ഒരു രാത്രി ഇവിടെ ചിലവഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് ഇനി വാഗമൺ ടൗണിലോട്ട് പോവുകയാണ്. ഇത് റിസപ്ഷനിൽ കാണുന്ന ഫിഷിംഗ് ടാങ്കാണ്. അവിടെയും നല്ല അലങ്കാര മത്സ്യങ്ങളെല്ലാം അവർ സംരക്ഷിക്കുന്നുണ്ട്. വാഗമണിലേക്ക് വരുന്നവർ തീർച്ചയായും തിരഞ്ഞെടുക്കാവുന്ന ഒരു റിസോർട്ട് തന്നെയാണ് ഹോളിഡേ വാഗമൺ. അത് ഞങ്ങൾ ഉറപ്പു തരുന്നു. വളരെ മനോഹരമായ ഒരു ദിവസത്തിൻ്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും യാത്ര ആരംഭിച്ചു. ഇനി വാഗമൺ ടൂറിസത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ കാഴ്ചകൾ അടുത്ത വീഡിയോകളിൽ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുവരേക്കും യാത്രാസ്നേഹി സൈനിങ് ഔട്ട്. ബൈ.
ബൈ.